സമയം രാത്രി 11:30 മണിയായി. പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മൂടൽ മഞ്ഞ്, മഴ പെയ്യുന്നുണ്ട്. വല്ലാത്തൊരു ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്. കൊടൈക്കനാലിലെ രാവിലത്തെ ഒരു അന്തരീക്ഷം അടിപൊളിയാണ്. സാധാരണ വരുന്നവരൊക്കെ ഇച്ചിരി നേരം അവിടെ കിടക്കാമെന്ന് വിചാരിച്ച് ഇല്ലേ, ഒരു 7 മണിയൊക്കെ വേസ് ചെയ്തൊക്കെ എഴുന്നേക്കാൻ നോക്കുക, എല്ലാം നേരത്തെ എഴുന്നേക്കണം. ഇപ്പം മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. മൂടൽ മഞ്ഞാണ് കംപ്ലീറ്റ്. ട്രാവലറുകളും ഇവിടെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളവരെ കൂടെ വിളിക്കേണ്ടതായിരുന്നു. പറ്റുവാണെങ്കിൽ നമുക്കൊരു ചായ കുടിക്കാം അല്ലേ? ചായക്കട ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഈ അണ്ണനാണ് പറഞ്ഞത് വരാൻ. പുള്ളി ചായക്കടക്കാരനാണ്. ഇപ്പോൾ ചായക്കട തുറക്കാൻ പോകുന്ന പോക്കാം. അപ്പോൾ കൈനീട്ടം വിൽക്കുമല്ലോ, ഒരു 4 കൈനീട്ടമുണ്ട്. അപ്പോൾ ഞങ്ങളവരെ പിന്തുടർന്ന് പോവുകയാണ്. അങ്ങനെ അണ്ണൻ്റെ കടയിലെത്തി. അണ്ണനിനി ഇത് തുറന്ന് അടുപ്പ് കത്തിച്ച് ചായ ആക്കി നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മഞ്ഞ് കൊള്ളാതെ അങ്ങോട്ട് കയറിയിരിക്കാം. ശരിയല്ലേ? നമ്മൾ റൂമിൽ ഇരുന്നാൽ ഈ ഒരു സുഖം കിട്ടത്തില്ല. അതിനകത്ത് മൊത്തം വെള്ളം. എല്ലാവരും ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഡിസംബർ മെയ്. മധുരം കുറച്ചെന്ന് തമിഴ്നാട്ടിൽ വന്ന് ചായ കുടിക്കുമ്പോൾ നമ്മളെപ്പോഴും മധുരം കുറച്ചെന്നേ പറയുള്ളൂ, എങ്കിലേ നമ്മുടെ നാട്ടിൽ മധുരം കൂട്ടിയുള്ള ചായ കിട്ടത്തുള്ളൂ. അതങ്ങാണം പറയാതിരുന്നു കഴിഞ്ഞാൽ 1/2 ഗ്ലാസ് പഞ്ചാര ഇട്ടിഞ്ഞ് തരും. ഇതിപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ താമസ സ്ഥലം എവിടെയാണ്, പക്ഷെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഏകദേശം അവിടെ ഒരു ടവേര കിടക്കുന്നില്ല, അതിൻ്റെ മുമ്പ് ഭാഗത്തായിട്ട് അങ്ങോട്ട് പോകാം, കാണിച്ചു തരാം. ആ ഗേറ്റ് ഉണ്ട്, അതിനകത്താണ് വണ്ടി കിടക്കുന്നത്. പാർക്കിങ്ങൊക്കെ വളരെ സേഫ്റ്റി ആയിട്ടുള്ള പാർക്കിങ്ങാണ്. മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണിത്. ഇവിടെ 3 വണ്ടി കിടപ്പുണ്ട്. ഗേറ്റിനകത്ത് ശ്രദ്ധിക്കണം, ഇത് വന്ന് പുറന്നോട്ട് വന്ന വണ്ടി തട്ടും. ഇതൊക്കെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഇരുട്ട്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കറ്റ് ചെയ്ത് ഇറങ്ങി. എല്ലാവരും നടന്ന് വണ്ടി പാർക്കിംഗ് ചെയ്തിരിക്കുന്നിടത്തോട്ട് പോവുക. അവിടുന്ന് ആ ഡയറക്ഷനിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഇങ്ങോട്ട് വന്നിട്ട് തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇച്ചിരി ഇങ്ങോട്ട് നടന്നിട്ട് കയറി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, കോടമഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ കാപ്പി കുടിച്ച ഹോട്ടലാണ്. ഇത് എൻ്റെ പേര് എസ്റ്റോറിയ.
സംഭവം ഇച്ചിരി കോസ്റ്റ്ലിയാണ്, കുഴപ്പമില്ല. ഫുഡ് നല്ല ഫുഡാണ്, വൃത്തിയുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡിലാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ്, ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആ സൈഡിൽ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് റോസ് ഗാർഡനിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ റോസ് ഗാർഡനിലേക്ക് കയറാമെങ്കിലേ ഇവിടെ ഇച്ചിരി പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു 3-4 വണ്ടിക്ക് ഇവിടെ ഇടാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ദൂരെ കൊണ്ടുവന്ന് ഇടണം, ചിലപ്പോൾ പാർക്കിങ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാവിലെ റോസ് ഗാർഡനെ കാണാമെന്ന് വിചാരിച്ചു. ടിക്കറ്റ് വലിയവർക്ക് 50 രൂപയാണ്, കുട്ടികൾക്ക് 25 രൂപ. ക്യാമറയ്ക്ക് 50 രൂപ, വീഡിയോ ക്യാമറ 100 രൂപ. റോസ് ഗാർഡനാണ്, മനോഹരമായ കാഴ്ചയാണ്. നടന്നു പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാഴ്ചകളാണെങ്കിൽ അതിമനോഹരമാണ്, ക്ലൈമറ്റും അടിപൊളി. അതുകൊണ്ട് ഈ സൈഡിലെല്ലാം റോസാപ്പൂക്കൾ ഇങ്ങനെ വിടർന്നിങ്ങനെ നിൽക്കുകയാണ്. ഈ സൈഡിലുണ്ട് ചെറിയ റോസാപ്പൂ അല്ലേ? ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള ഭാഗങ്ങളുണ്ട്, ഊഞ്ഞാലാടാം, സ്ലൈഡുണ്ട്. അവർക്ക് കളിക്കാനുള്ളതും കൂടെ ഉൾപ്പെടുത്തണമല്ലോ, കാരണം അവർക്ക് 25 രൂപയാണ് ടിക്കറ്റിൻ്റെ നിരക്കിനകത്ത് കയറുന്നതിന്. വലിയവർക്ക് 50 രൂപയും. ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള ഫെസിലിറ്റീസൊന്നും അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ക്യാഷ് തന്നെ കൊടുക്കണം. ഒരു ഗുഹയുടെ ആകൃതിയിൽ, ഈ ചെടിയുടെ പേരെന്ത്? ഈ ചെടിയുടെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, എനിക്കറിയത്തില്ല. ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് അതൊരു ഗുഹ ആകൃതിയിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട്, നല്ല തണുപ്പിനകത്ത് കയറിയപ്പോൾ. നല്ല തണുപ്പുണ്ട്, ഇതിനകത്തൂടെ നടക്കാൻ നല്ല ഇതുണ്ട്. താഴെയൊക്കെ കുറച്ച് ചെളി പിടിച്ച് കിടപ്പുണ്ട്, തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. മനോഹരമായ ഒരു കാഴ്ചയാണിത്. കൊടൈക്കനാലിൽ പല സമയത്തും വന്നിട്ടുണ്ടെങ്കിലും റോസ് ഗാർഡനകത്ത് നമ്മൾ ആദ്യമായിട്ട് കയറുക. ഊട്ടിയിലെ റോസ് ഗാർഡൻ്റെ അത്രയും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിൽ തന്നെയും നമ്മൾ കൊടൈക്കനാലിലൊക്കെ വരുമ്പോൾ റോസ് ഗാർഡനൊക്കെ ഒന്ന് കയറി കാണണം. കാരണം റോസ് ഗാർഡൻ കൂടുതലായിട്ടും സ്ത്രീകളുടെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് പൂക്കളെന്നൊക്കെ പറയുമ്പോഴേ. അപ്പം നമ്മൾ അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ യാത്രയൊക്കെ പോകുന്നത്. അപ്പം അവർ തീർച്ചയായിട്ടും നമ്മൾ ഈ റോസ് ഗാർഡനകത്ത് കയറ്റി ഇതെല്ലാം കാണിക്കണം, മാക്സിമം സന്തോഷിപ്പിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. വേറൊരു കാര്യം നിങ്ങൾ മറക്കരുത്, പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.